അഡ്ജക്റ്റീവ് ആൻഡ് അഡ്വേർബ്. പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന രണ്ട് നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിലുള്ള കാര്യങ്ങളാണ് അഡ്ജക്റ്റീവും അഡ്വേർബും. ഇത് എങ്ങനെ വരും, അതിന് എക്സാമ്പിൾ എങ്ങനെയാണ് എന്നുള്ള എല്ലാ കൺഫ്യൂഷനും ഈ ഒറ്റ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തോ. ഇതുപോലെ ധാരാളം ഇൻഫോർമേറ്റീവ് ആയുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ഇടുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ അഡ്ജക്റ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ വേർഡ്, അതൊരു വേർഡാണ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ഓർ ഗിവ്സ് മോർ ഇൻഫർമേഷൻ അബൌട്ട് എ നൗൺ. ഒരു നൗണിനെ പറ്റിയിട്ടോ പ്രോനൗണിനെ പറ്റിയിട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് തരുന്ന ആളാണ് ആര്? യെസ്, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പേര് മറന്നു വരുന്നത് അഡ്ജക്റ്റീവ്. ഇറ്റ് ടെൽസ് us വാട്ട് കൈൻഡ്, അത് എന്ത് തരത്തിലുള്ളതാണ്, ഏതാണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞുതരും. വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ കാണുമ്പോൾ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. യെസ്, എക്സാമ്പിൾ ഇതാ, ഫ്ലവർ എന്ന് പറയുന്നത് ഒരു നൗൺ ആണല്ലോ. ആ നൗണിനെ വിശദീകരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഓക്കെ, അപ്പൊ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ഫ്ലവറിനെ വിശദീകരിക്കുന്നു. സോ ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്. അപ്പൊ നൗണിനെയോ പ്രോനൗണിനെയോ വിശദീകരിക്കുന്നത്. ബോയ് എന്നുള്ള നൗണിനെ വിശദീകരിക്കുകയാണ് ടോൾ ബോയ്, നീളമുള്ള ബോയ്. ടോൾ ഡിസ്ക്രൈബ്സ് എ ബോയ്. ബോയ് ഡിസ്ക്രൈബ് 3 ആപ്പിൾസ്, ആപ്പിളിന്റെ എണ്ണത്തെ പറയാണ് 3 ആപ്പിൾ. അപ്പൊ 3 എന്നുള്ളത് എന്താണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് ആണ്. ആൻഡ് റെഡ് കാർ, കാറിനെ വിശദീകരിക്കുകയാണ്. എങ്ങനത്തെ കാറാണ്? യെസ്, റെഡ് കാർ ആണ്. സോ വി ക്യാൻ സേ അഡ്ജക്റ്റീവ്. വളരെ സിമ്പിൾ ആയി നമ്മൾ ഓടിയും. ഇനി സെന്റൻസിൽ വരികയാണെങ്കിൽ ഷീ ഹാസ് എ ബ്ലൂ ഡ്രസ്, ദ ഹാപ്പി ചൈൽഡ് ഈസ് പ്ലേയിങ്, we saw 5 birds. ഇവിടെ ബ്ലൂ ഡ്രസ്സും അതുപോലെ തന്നെ ഹാപ്പി എന്നുള്ള ഹാപ്പി ചൈൽഡും ആൻഡ് we saw 5 birds, ഇതൊക്കെ എന്താണ്? നമ്മുടെ അഡ്ജക്റ്റീവ് ആണ്. നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുന്ന വേർഡുകളാണ് ആക്ച്വലി അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് അഡ്വേർബ് ആണ്. അതിനു മുമ്പ് നമുക്കറിയാം മൺസൂൺ ഓഫർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ബാച്ചിലും ഇപ്പൊ മൺസൂൺ ഓഫർ ഉണ്ട്. 4ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കംപ്ലീറ്റ് ബാച്ചിലും ഇപ്പോൾ മൺസൂൺ ഓഫർ നടക്കുന്നുണ്ട്. ആക്ച്വലി 10% ഓഫർ നിങ്ങൾക്ക് ലഭിക്കാൻ പോണ്. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നമ്മുടെ സൈലത്തിന്റെ എല്ലാ ബാച്ചിലും നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ +1 +2ന്റെ പിന്നെ സൂപ്പർ കിങ്സ്, സൂപ്പർ കിങ് നീറ്റ്, JEE, അതുപോലെ തന്നെ ധീര, ഫിനിക്സ് ബാച്ചിലൊക്കെ നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. സോ ഇത്രയും പെട്ടെന്ന് ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബാച്ചിലേക്കാണെങ്കിൽ, ഈ ബാച്ചുകളിലേക്കാണെങ്കിൽ, അതായത് 4 മുതൽ +2 വരെയുള്ള ബാച്ചിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാം. യെസ്, റെഡിയാണ്. സ്റ്റേറ്റും CBSE ഒക്കെ ഉണ്ട്. സെറ്റാണ്, പവറാണ്. അഡ്വേർബിനെ പറ്റി പറയുകയാണെങ്കിൽ നോക്കിക്കോ, അഡ്വേർബ് എന്ന് പറയുന്നത് ഒരു വേർഡാണ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ഓർ ഗിവ്സ് മോർ ഇൻഫർമേഷൻ. അതായത് ഒന്നിനെ വിശദീകരിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ തരുന്നു. എന്തിനെ പറ്റി? ഒരു വേർബിനെ പറ്റിയിട്ടോ. ഓൾറെഡി നമ്മൾ അഡ്ജക്റ്റീവ് പറഞ്ഞല്ലോ, ആ അഡ്ജക്റ്റീവിനെ ഒന്നുകൂടി വിശേഷിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ ആണ്. അല്ലെങ്കിൽ മറ്റൊരു അഡ്വേർബിനെ നോക്കണേ, ശ്രദ്ധിക്കണേ. ഒരു വേർബിനെയോ നമ്മൾ ഓൾറെഡി പറഞ്ഞ അഡ്ജക്റ്റീവിനെയോ അല്ലെങ്കിൽ മറ്റൊരു അഡ്വേർബിനെയോ ഓർ ഈവൻ വോൾ സെന്റൻസ്, ഒരു സെന്റൻസ് മുഴുവൻ സെന്റൻസിനെയോ നമ്മൾ വിശദീകരിക്കുന്നതിനാണ് എന്ത് പറയാ? യെസ്, അഡ്വേർബ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓഫൻ ടെൽ അസ് ഹൗ, എങ്ങനെ, അല്ലെ എങ്ങനെ, വെൻ, എപ്പോൾ, വേർ, എവിടെ, ഹൗ ഓഫൺ, എപ്പോഴൊക്കെ, ഓർ ടു വാട്ട് എക്സ്റ്റെൻറ്റ്, എത്രത്തോളം നിലക്ക് എന്നുള്ള പല ഡീറ്റെയിൽസും നമുക്ക് എന്താക്കും? ഈ ഒരു അഡ്വേർബ് നമുക്ക് പറഞ്ഞുതരും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേർബിനെയോ അഡ്ജക്റ്റീവിനെയോ മറ്റൊരു അഡ്വേർബിനെയോ ഒരു മൊത്തം സെന്റൻസിനെയോ നമുക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അഡ്വേർബ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് സിമ്പിളായിട്ട് മനസ്സിലായിരിക്കും. നോക്കിക്കോ, ഒരു വേർബിനെ വിശദീകരിക്കുകയാണ്. സിംഗ്, പാട്ട് പാടുന്നു എന്നുള്ളതൊരു വേർബാണല്ലോ. അതിനെ വിശദീകരിക്കുകയാണ്. എങ്ങനെ പാടുന്നു? ബ്യൂട്ടിഫുള്ളി, അത്രയും ഭംഗിയായിട്ട് പാടുന്നു, അല്ലേ? അപ്പോൾ ബ്യൂട്ടിഫുള്ളി എന്നുള്ളത് അഡ്വേർബാണ്. റാൻ എന്നുള്ളത് ഒരു വേർബാണല്ലോ. എങ്ങനെയാണ് അവൻ ഓടിയത്? ക്വിക്ലി, പെട്ടെന്ന് ഓടി. അപ്പോൾ ക്വിക്ലി എന്നുള്ളത് എന്താണ്? ഇവിടെ അഡ്വേർബ് ആണ്. ഇനി മറ്റൊരു വേർബിന് ഒരു എപ്പോൾ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലീവ്. വി വിൽ ലീവ് ടുമോറോ. ഓക്കെ, അവിടെ ലീവ് എന്നുള്ളത് ഒരു വേർബാണ്. അതിനെ വിശദീകരിക്കുകയാണ് ടുമോറോ എന്നുള്ള വേർഡ് കൊണ്ട്. ആക്ച്വലി അതെന്താണ്? അഡ്വേർബ് ആണ്. അറൈവ്ഡ് എന്നുള്ളത് ആക്ച്വലി വേർബാണ്. അതിനെ വിശദീകരിക്കുകയാണ് ഏർലി എന്നുള്ള അഡ്വേർബ് കൊണ്ട്. ഇനി നമ്മൾ പറഞ്ഞ ഓക്കെ, ഒരു വേർബിനെ എവിടെയാണെന്ന് വിശദീകരിക്കുകയാണ്. എവിടെ സ്ഥലം. കം ഹിയർ, കം എന്നുള്ളത് വേർബാണ്. ദേ ലുക്ക്ഡ് ഔട്ട്സൈഡ്, ലുക്ക്ഡ് എന്ന് പറയുന്നത് ആക്ച്വലി വേർബാണ്. ഇനിയാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഭാഗം, പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നോക്കിക്കോ, ഒരു വേർബിന് നമ്മൾക്ക് എപ്പോഴൊക്കെ എന്നുള്ളത് നമുക്ക് ഓൾറെഡി ഇങ്ങനത്തെ വേർബിനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നമുക്ക് വേണ്ടത്, അഡ്ജക്റ്റീവിനെ വിശദീകരിക്കാം. നമ്മൾ ഓൾറെഡി അഡ്ജക്റ്റീവ് പഠിച്ചതാണ്. നൗണിനെ വിശദീകരിക്കുന്നതിനാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുക. ആ അഡ്ജക്റ്റിനെ വീണ്ടും വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? അഡ്വേർബ് ഉപയോഗിക്കാം. നോക്കിക്കോ, ദ മൂവി വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. മൂവി ഇൻട്രസ്റ്റിംഗ് ആണ്. മൂവി എന്നുള്ളത് നൗണാണ്. ആ നൗണിനെ വിശദീകരിക്കാൻ ഇൻട്രസ്റ്റിംഗ് എന്നുള്ള അഡ്ജക്റ്റീവ് വന്നു. ആ അഡ്ജക്റ്റീവിനെ വെരി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വിശദീകരിക്കുകയാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് അഡ്വേർബ്.
മനസ്സിലായോ? അഡ്വേർബ് വെരിയാണ് ഇവിടുത്തെ അഡ്വേർബ്. ഓക്കെ, കാരണം ഇൻട്രസ്റ്റിംഗ് മൂവി എന്ന് പറയുന്നത് മൂവിനെ വിശദീകരിക്കാൻ വന്ന അഡ്ജക്റ്റീവാണ്. അതിനെ വിശദീകരിക്കാൻ വീണ്ടും ഒരു വിശദീകരിക്കാൻ വേണ്ടി ഒരു സംഭവം വരുന്ന സമയത്ത് ദാറ്റ്സ് കോൾഡ് അഡ്വേർബ്. ഓക്കെ. ഇനി മറ്റൊരു അഡ്വേർബിനെ, ഇത് മറ്റൊരു അഡ്ജക്റ്റീവ്, ഇനി മറ്റൊരു അഡ്വേർബിനെ വിശദീകരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാലും അതും എന്താണ്? അഡ്വേർബാണ് ഗൈസ്. ഓക്കെ, നോക്കിക്കോ. റാൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവൾ ഓടി. അവൾ ഓടി എങ്ങനെ? ക്വിക്ലി. ഇത് ഓൾറെഡി അഡ്വേർബാണ്. അത് ഓൾറെഡി ആ അഡ്വേർബിനെ വെരി ക്വിക്ലി എന്ന് പറയുന്ന സമയത്ത് അതും എന്താണ്? അഡ്വേർബാണ്. ഗോട്ട് ഇറ്റ്? അഡ്വേർബിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടും അഡ്വേർബ് ഉപയോഗിക്കും, അഡ്ജക്റ്റീവിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടും അഡ്വേർബ് ഉപയോഗിക്കും, വേർബിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടും അഡ്വേർബ് ഉപയോഗിക്കും. സോ ഈ ഒരു കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. മാത്രമല്ല വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇത് സെറ്റാണെങ്കിൽ, കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിതാ നോക്കിക്കോ, സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെയോ പ്രൊനൗണിനെയോ വിശദീകരിക്കുന്നു, ബ്യൂട്ടിഫുൾ ഫ്ലവർ. അഡ്വേർബ് എന്ന് പറഞ്ഞാൽ ഒരു വേർബിനെയോ അഡ്ജക്റ്റീവിനെയോ മറ്റൊരു അഡ്വേർബിനെ വിശദീകരിക്കുന്നു. ദ ഫ്ലവർ ബ്ലൂംഡ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയാൻ പറ്റും. ഓക്കെ. സെറ്റാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. മാത്രമല്ല ഇതിൽ ഒരു അഡ്ജക്റ്റീവും ഉണ്ട്, ഒരു അഡ്വേർബും ഉണ്ട്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ? ദ സ്മാർട്ട് ബോയ് ആൻസേർഡ് ദ ക്വസ്റ്റ്യൻ ക്വിക്ലി. ഇതൊരു അഡ്ജക്റ്റീവും ഉണ്ട്, ഒരു അഡ്വേർബും ഉണ്ട്. ഏതാണെന്നുള്ളത് ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്, യു ക്യാൻ കോൾ മീ JD. താങ്ക് യു, ബൈ.